നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുന്നതായും സങ്കല്പിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ രാത്രി 8 മണിക്ക് ഞങ്ങളോടൊപ്പം മെഡിറ്റേഷനിൽ ചേരും. ഇത് വലിയൊരു അനുഭവമായിരിക്കും. നമ്മൾ അഹിംസയുടെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഈ ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ശരിക്കും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബാബുജി മഹാരാജിനോട് ഒരിക്കലും ഒരു വ്യക്തി ചോദിച്ചു, സ്വർഗവും നരകവും ഉണ്ടോ എന്ന് ചോദിച്ചു. ബാബുജി മഹാരാജ് പറഞ്ഞു, നരകമുണ്ടെന്ന് പറഞ്ഞു. നേരെ മറിച്ചിട്ട് സ്വർഗം എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് രൂപീകരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഉള്ളത് എന്താണ്? സ്വർഗമാണ്. നരകമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ശരിക്കും നരകമാണ് അഹംബോധത്തിൻ്റെ ക്രിയേഷൻ. അതിൽ നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോൾ അത് യഥാർത്ഥത്തിൽ നരകം പോലെയായി മാറുന്നു. അറ്റാച്ച്ഡ് അല്ലാതെ ഈ ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്വർഗമായി മാറും. സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, അതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്, ഉണ്മ. നമ്മളൊരു ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളത്, അതാണ് ഉണ്മ. അപ്പോൾ ആ യഥാർത്ഥ ഉണ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരണം, നമ്മൾ റിയലൈസ് ചെയ്യണം, സാക്ഷാത്കരിക്കണം. അതാണ് ചെയ്യേണ്ടത്. എനിക്കത് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിവിടെ ഉണ്ട്. ഒരു പുക മറിഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നില്ല എന്ന് മാത്രം. അത് മാഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് സ്വർഗം തന്നെയാണെന്ന്. ഇത് തന്നെയാണ് ഡിവൈൻ വേൾഡ്, ഇത് തന്നെയാണ് ബ്രൈറ്റർ വേൾഡ്. അപ്പം അതാണ് യഥാർത്ഥത്തിലുള്ള കൺസ്ട്രക്ഷൻ. നമ്മുടെ കൺസ്ട്രക്ഷൻ ബാബുജി മഹാരാജ് പറഞ്ഞിട്ട്, ഡിസോൾവ് യുവർ ക്രിയേഷൻ ടു ബ്രിങ് ഹിസ് ക്രിയേഷൻ ടു ബീയിങ്. നമ്മുടെ ക്രിയേഷനാണ് നമ്മൾ ഈ പറയുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഈ ലോകം. ഈ ക്രിയേഷനെ നമ്മൾ ഡിസോൾവ് ചെയ്യണം. യഥാർത്ഥത്തിലെ നോളജ് കൊണ്ട്, യഥാർത്ഥത്തിലെ അറിവ് കൊണ്ട് നമ്മളതിനെ ഇല്ലായ്മ ചെയ്യണം. സൂര്യപ്രകാശം വരുമ്പോൾ മഞ്ഞുരുക്കി പോകുന്ന പോലെ യഥാർത്ഥമായിട്ട് ആ ജ്ഞാനം ഡോൺ ചെയ്യുമ്പോൾ
ഇതെല്ലാം മാഞ്ഞു പോകുന്നു, നമ്മൾ റിയലൈസ് ചെയ്യുന്നു. ആ യഥാർത്ഥത്തിലുള്ള ആ ജ്ഞാനമാണ് ട്രാൻസ്മിഷൻ, പ്രാണാഹുതി, നമ്മളെ മാസ്റ്റർ തരുന്ന പ്രാണസ്യ പ്രാണൻ. അപ്പോൾ അവിടെ നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള നമുക്ക് ലഭിച്ച ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, നമ്മൾ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു സെൻറ്ററിങ് നടത്തി മെഡിറ്റേഷൻ ചെയ്തു, അത് 1 മണിക്കൂർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലൊരു ശുദ്ധീകരണം നമുക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. അതിനും ഈ പ്രാണാഹുതി തന്നെ സഹായിക്കുന്നു. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യും. ഹാർട്ട്ഫുൾനെസ് ട്രെയിനേഴ്സ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് ആപ്പ് ഉണ്ട്, ഹാർട്ട്സ് ആപ്പ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് ട്രാൻസ്മിഷനോട് കൂടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ട്രാൻസ്മിഷൻ്റെ യഥാർത്ഥ ജ്ഞാനത്തോട് കൂടിയിട്ടുണ്ടായിട്ടുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ ലോകത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വർക്ക് നടക്കുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിസിപ്പേഷൻ അവിടെയാണ്. ഇതെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സാനിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ പല പ്രോഗ്രാംസിലും പങ്കെടുക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ശരീരം നിലനിർത്തുക എന്നുള്ള ഒരു ആവശ്യം മാത്രമല്ല. നമ്മൾ പറയും റോട്ടി കപ്പട ഓർ മക്കാൻ, ഭക്ഷണം, പാർപ്പിടം, തുണി, ശരീരം നിലനിർത്താനുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തുഷ്ടരാകും എന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ബേസിക് നീഡ്സ് പറയാം, പക്ഷെ സന്തുഷ്ടി വരുന്നില്ല. നമുക്ക് ലോകത്തിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ സന്തോഷം വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് റെവല്യൂഷൻ നടക്കുന്നത്? ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? കാരണം അതിൻ്റെ നമ്മുടെ ഹയർ നീഡുണ്ട്. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വാസനയെ മാനിഫെസ്റ്റ് ചെയ്യണം. ക്രിയേറ്റീവ് ടാലൻറ്റ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. അതാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും ഉയർന്ന പ്രവൃത്തി എന്ന് പറയപ്പെടുന്നു സയൻസിൽ. അപ്പം അതിനു മുമ്പേ നമുക്ക് അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഇവിടെ അതിന് പറ്റുന്നൊരു അന്തരീക്ഷം വേണം. നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നത്, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഒരു സർക്കിളിലാണ്. നമുക്ക് എവിടെയൊക്കെ ആവണം എന്നൊരു ചിന്തയുണ്ട്, ബിലോങ്ങിങ്നെസ്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ വന്നാലും കുടുംബത്തിൽ പിടിച്ചു നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെയും പക്ഷേ അവർക്ക് എന്തോ നഷ്ടബോധം വന്ന് തിരിച്ചു വരുന്നു. ഇവിടെ വരുമ്പോഴേക്കും പഴയ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ അവരുടെ ഉള്ളിൽ ആ നഷ്ടബോധം നിലനിൽക്കുന്നു. കാരണം ബിലോങ്ങിങ്നെസ് എന്നുള്ള നീഡ് അവർ ഫുൾഫിൽ ചെയ്തില്ല. പൈസ ഉണ്ടായി, വീടുണ്ടായി, എല്ലാം ഉണ്ടായി, പക്ഷേ ഉള്ളിലൊരു കുറവ്, അതാണ് ബിലോങ്ങിങ്നെസ്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് മതവും ജാതിയും എല്ലാം നിലനിൽക്കുന്നത്. ബിലോങ്ങിങ്നെസ്, നമ്മൾ ഏത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും, തല്ലി പിടിക്കാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും, നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ബിലോങ്ങിങ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുടുംബം, സമൂഹം, കാസ്റ്റ്, റിലിജിയൻ, ഇതൊക്കെ ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ബിലോങ്ങിങ്നെസ്. ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ 2 പാർട്ടീസ് ഉണ്ട്. ശരിക്കും അത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, പക്ഷേ നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് അറിയാതെ ചേർന്ന് പോകും. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടയിൽ നിൽക്കുമ്പോൾ ആർക്കും നമ്മളെ വേണ്ട, നമ്മളെ ആരും വിളിക്കില്ല, ഒരു പരിപാടിക്കും വിളിക്കില്ല. അപ്പോൾ നമ്മൾ ബിലോങ്ങിങ് അല്ല. അതുകൊണ്ട് നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ ചേരാൻ തുടങ്ങും. പക്ഷെ ഇതൊരു തരത്തിലുള്ള ബിലോങ്ങിങ്നെസ് ആണ്. ഈ ബിലോങ്ങിങ്നെസ്സിൽ സെപ്പറേഷൻ വരുന്നു, അതാണ് കുഴപ്പം. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മെമ്പറാകുമ്പോൾ മറ്റൊരു ഭാഗത്തിൻ്റെ മെമ്പർ അല്ലാതെയായിട്ട് മാറുന്നു. അങ്ങനെയാണ് സ്പർദ്ധ ഉണ്ടാകുന്നത്, അടിപിടികൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടേതാണ് വലുത്, ഞങ്ങളുടെ ടീമാണ് വലുത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ടീമിൻ്റെ ഭാഗമാണ്, ഹ്യൂമാനിറ്റി എന്നുള്ളൊരു ടീമിൻ്റെ ഭാഗമാണ്. ആദ്യം നമ്മൾ ബിലോങ് ചെയ്യേണ്ടത് ഹ്യൂമാനിറ്റിയിലാണ് ആദ്യം. അതിനുശേഷം നമ്മൾ ബിലോങ്ങിങ്നെസ് കൊണ്ടുവരുന്നത് നമ്മൾ ഈ ഭൂമിയിലെ എല്ലാ ജീവികളുടെയും സഹജീവികളുടെ ഒപ്പം ഞാനും അതിൽ ബിലോങ് ചെയ്യുന്നു. ഞാൻ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ഇവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ ബിലോങ്ങിങ്. അപ്പോൾ ഭൂമിയിൽ എവിടെയും ഞാൻ ഹാപ്പിയാവും. അങ്ങനെയാകുമ്പോൾ വസുദേവ കുടുംബകം എന്ന് പറയും. എവിടെ ചെന്നാലും എൻ്റെ സ്ഥലം തന്നെ, ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ബോർഡേഴ്സ്, അതിർവരമ്പങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ ഈ ഫീലിംഗ് കൊണ്ടുവരണം. അതിനേക്കാളും ഉപരി ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഡിവൈൻ സാമ്രാജ്യത്തിലെ തന്നെയാണ്, കിങ്ഡമത്തിൻ്റെ ഭാഗമാണ്.
അവിടുന്ന് ആർക്കും എന്നെ ഇറക്കി വിടാൻ പറ്റില്ല. എവിടെ നിന്ന് വേണമെങ്കിൽ ഇറക്കി വിടാം, വീട്ടിൽ നിന്ന് ഇറക്കി വിടാം, രാജ്യത്ത് നിന്ന് ഇറക്കി വിടാം, ലോകത്ത് നിന്ന് തന്നെ വിടാം. പക്ഷേ ഡിവൈൻ ആയിട്ടുള്ള സാമ്രാജ്യമുണ്ട്, എൻ്റെ ഫാദർലാൻഡ്. അവിടെ എന്നും എന്നും നമ്മളവിടുത്തെ പാർട്ടാണ്. അവിടെ നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ ആവില്ല. ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ വന്നു ചേരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആനന്ദം, അതാണ് നമ്മൾ വരുന്ന ഏറ്റവും വലിയ ആനന്ദം. ഞാൻ ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ സെപ്പറേഷൻസ് എല്ലാം മെൽറ്റ് ചെയ്ത് ഇല്ലാണ്ടായി മാറുന്നു. ആ ഒരു തരത്തിലുള്ള ബിലോങ്ങിങ്നെസ് ആണ് യഥാർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. വി ഓൾ ബിലോങ് ടു ദ സെയിം ഫാദർലാൻഡ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന പരംധാമം, അവിടെയാണ് നമ്മുടെ എല്ലാവരും. അവിടെ നിന്നാണ് ഇവിടെ തന്നെ. അതിന്ന് ഒരിക്കലും നമ്മൾ പുറത്താക്കാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടായി മാറും. ഏറ്റവും വലിയ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആ ഒരു ബിലോങ്ങിങ്നെസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെയും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.